ഏറെ നിർണായകമായ മൂന്നാമത്തെ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം അത് ന്യൂസ് 18 പുറത്തുവിടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ അതിജീവിതയുടെ ശബ്ദ സന്ദേശമാണ് ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നത്. രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞ അതിജീവിത ഫെനി ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും ഇനിയും പരാതിക്കാർ വരുന്നത് തടയാനുമാണെന്ന് ശബ്ദ സന്ദേശത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. തലയും വാലുമില്ലാത്ത ചാറ്റുകളാണ് ഫെനി പുറത്തുവിട്ടത്. 2024 ജൂലൈയിൽ പരിചയപ്പെട്ട ഫെനിയുമായി 2025 നവംബർ വരെയായിരുന്നു തനിക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നത് എന്ന് അതിജീവിത പറയുന്നു. രാഹുൽ അങ്ങേയറ്റം സ്ട്രെസ്സും ട്രോമയും തന്നതിന്റെ ഫലമായി 2024 മെയ് മാസത്തിലാണ് തനിക്ക് മിസ്കാരേജ് സംഭവിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരോപണങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ രാഹുലുമായി വിശദമായി സംസാരിക്കാനാണ് 3-4 മണിക്കൂർ സമയം വേണമെന്ന് ആവശ്യപ്പെട്ടത്. അതല്ലാതെ വീണ്ടും രാഹുലുമായുള്ള ശാരീരിക ബന്ധത്തിനല്ല. പരാതി നേരത്തെ കൊടുത്തിരുന്നുവെങ്കിൽ മറ്റ് 2 പെൺകുട്ടികൾക്ക് ഈ അനുഭവം ഉണ്ടാവുമായിരുന്നില്ല. ഇതൊന്നും കണ്ട് താൻ പേടിക്കില്ല എന്നും സൈബർ ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് പരാതി നൽകിയതെന്നുമാണ് ശബ്ദ സന്ദേശത്തിൽ അതിജീവിത വ്യക്തമാക്കുന്നത്. ആദ്യം ആ ന്യൂസ് 18 പുറത്തുവിടുന്ന ശബ്ദ സന്ദേശത്തിലേക്ക്. രാഹുല് എനിക്കത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ ആളെ ഇറങ്ങി ഓടുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. അപ്പൊ നിങ്ങളെ ചാറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇറങ്ങി ഓടാൻ പറ്റില്ല. എനിക്ക് ഇത്ര സമയം വേണമെന്ന് ഞാൻ പറയുന്നുണ്ട്. എനിക്ക് സേഫ് ആയിട്ടൊരു സ്ഥലം വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഹുലിനെ കാണാൻ വരും എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ആരെങ്കിലും കൊണ്ടുവരും. രാഹുലിൻ്റെ സൈഡിൽ നിന്ന് രാഹുലിൻ്റെ അമ്മയോ ചേച്ചിയോ കുറച്ച് ഫ്രണ്ട്സിൻ്റെ പേരുണ്ട്, അത്രയും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഫെനി എങ്കിൽ ഫെനി ആരെങ്കിലും കൊണ്ടുപോകും. ഫെനി ആണെങ്കിൽ ഞാൻ അത്രയും കംഫർട്ടബിൾ ആണ്, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല എന്ന് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ കാര്യം ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. ഫെനി ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്, ഞാൻ വരുമ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് എൻ്റെ കൂടെ കാണും. അപ്പോൾ രാഹുലിൻ്റെ കൂടെ നീ വരണം, നീ വരുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ, എനിക്ക് നിന്നെ കാണുകയും കൂടി ചെയ്യാലോ എന്ന് ഞാൻ ഫെനിയുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് ഞാൻ ഈ സേഫ് പ്ലേസ് വേണമെന്ന് പറയുന്നുണ്ട് ഇവരായിട്ട്. അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ തലയും വാലും ഇല്ലാത്ത കുറച്ച് ചാറ്റുകൾ മാത്രം പുറത്ത് വിട്ട് എന്നെ പീഡിപ്പിച്ച ഒരാളെ വീണ്ടും എനിക്ക് 3-4 മണിക്കൂർ കാണണം എന്ന് പറയുമ്പം എന്നെ സ്ട്രക്ചർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് അത് പുറത്തു വിട്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. 3-4 മണിക്കൂർ കാണും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എനിക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് സമാധാനത്തോടെ ഒന്ന് സംസാരിച്ച് ഐ നീഡ് ക്ലോഷർ, അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. സേഫ് ആയിട്ടുള്ള സ്ഥലം വേണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഓഫീസ് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഞാൻ കാരണം പറയുന്നുണ്ട്. എന്റെ കാരണം കൊണ്ടാണ് ഓഫീസ് പറ്റത്തില്ല എന്ന് പറയുന്നത്. മറ്റെവിടെയായാലും എനിക്ക് കുഴപ്പമില്ല, രാത്രി ആയാലും പകലായാലും കുഴപ്പമില്ല. ബിക്കോസ് ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ ആൾക്കാരുണ്ട്, അവിടുന്ന് ആൾക്കാരെ പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ 3-4 മണിക്കൂറിൽ എനിക്ക് വീണ്ടും രാഹുലിനോട് ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പോകുന്നത് പോലും. പിന്നീട് ഇവരിങ്ങനെ ഒഴിഞ്ഞു മാറി എനിക്ക് മനസ്സിലായി ഇവരിത് ഒഴിവാക്കുവാണ്. പറഞ്ഞിട്ട് ചെല്ലുവാണെങ്കിൽ രാഹുൽ മുങ്ങുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് രാഹുലിനോട് പറയാതെയാണ് ഞാൻ പാലക്കാട് ചെല്ലുന്നത്. അപ്പോൾ പാലക്കാട് ചെന്നപ്പോൾ രാഹുൽ ചെയ്തത് ആള് എൻ്റെ കോൾ എടുക്കാതെ രാഹുലിൻ്റെ സ്റ്റാഫിനെ കൊണ്ട്, ഫസലുണ്ട്, ആലിവിനുണ്ട്, അവരെ കൊണ്ട് ഇങ്ങനെ മാറി സംസാരിപ്പിച്ച് ചേച്ചി ഇവിടുത്തെ സാഹചര്യം ഇങ്ങനെയാണ്, രാഹുലിനടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ കർണാടകയിലാണ്, മാത്തൂരാണ്, ഞങ്ങളുടെ അവസ്ഥ ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് രാവിലെ തൊട്ട് രാത്രി വരെ എന്നെ പാലക്കാട് തന്നെ ഇട്ട് ഞാൻ കറങ്ങുമായിരുന്നു. ഇവർ പറയുന്നതനുസരിച്ച് ചേച്ചി ഞങ്ങളിപ്പോൾ ടൗണിൽ വരും, ഞങ്ങൾ അവിടെ വരും, ഞങ്ങൾ എവിടെ വരും എന്ന് പറയുമ്പോൾ ഞങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോകും. അങ്ങനെ രാഹുൽ എനിക്ക് കാണാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഡേ രാഹുൽ എനിക്ക് മനസ്സിലായി, രാഹുൽ എനിക്ക് ക്ലാരിറ്റി തരാൻ രാഹുലിന് ഉദ്ദേശമില്ല, ക്ലോഷർ തരാനും ഉദ്ദേശമില്ല, എന്നെ വേണ്ടി ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാഹുലെ എനിക്ക് കൃത്യം ക്ലാരിറ്റി കിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാലും പിന്നെ പറഞ്ഞു ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ തുറന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുൽ എന്നെ വീണ്ടും, രാഹുൽ ഭീഷണി രാഹുലിൻ്റെ സ്ഥിരം പരിപാടിയാണ്. രാഹുൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, വീണ്ടും എങ്ങനെയാണ് ഇത്രയും ട്രോമ തരുന്ന ഒരാളുടെ അടുത്തോട്ട് നമ്മൾ വീണ്ടും എത്തുന്നതിന്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ട്രോമ ബോണ്ട് എന്താണെന്ന് അറിയണം, ഒരു നാർസിസിസ്റ്റ് എന്താണെന്ന് അറിയണം. നമ്മൾ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു ട്രോമ കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ പ്രശ്നങ്ങളും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എല്ലാവരും മനസ്സിലാക്കണം. അതിൻ്റെ കൂടെ ഒരു ഭീഷണിയൂടെ ആയി കഴിയുമ്പോൾ നമുക്കത് ഭീഷണിയാണോ സ്നേഹമാണോ എന്ന് പോലും മനസ്സിലാകാതെയാണ്
നമ്മളെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഈ രാഹുൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിന് പുറകിൽ. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സംസാരമാണ് ഈ ഒരു ഐഡിയയും കിട്ടാതെ തലയും വാലുമില്ലാതെ ഫെരീനേനെ പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒത്തിരി ആലോചിച്ച് ഇതിൽ ഞാനിങ്ങനെ ഒരു കാര്യമായിട്ട് മുന്നോട്ട് വരുമ്പം ഞാൻ ഇത്ര വ്യക്തിഹത്യ ചെയ്യപ്പെടും, സംശയം ഉണ്ടാവും, മാരീഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതെല്ലാം ഇതിനപ്പുറം കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് വന്നത്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ എനിക്ക് മുന്നേ വന്ന 2 കുട്ടികൾക്കും ഈ അവസ്ഥ ഉണ്ടാവത്തില്ലെന്ന്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല എന്ന് ഞാൻ ഫെനിയെ ഞാൻ ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഇന്നലെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലെ MLAയുടെ സന്തത സഹചാരിയും ഏറ്റവും അടുത്ത സുഹൃത്തുമായ ഫെനി നൈനാൻ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട ചില ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.